RCBിലേക്ക് വരുന്ന സമയത്ത് അവരിലെ പല ആളുകളുടെയും ഫോം അവരെ സംബന്ധിച്ചൊരു കൺസേൺ ആയിരുന്നു. പ്രത്യേകിച്ച് രജിത് പട്ടിദാറിൻ്റെ, വിരാട് കോഹ്ലിയുടെ. അപ്പോഴും അവർക്ക് എല്ലാ മത്സരങ്ങളിലും ഓരോ മാച്ച് വിനേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ വിരാട് കോഹ്ലിയുടെ തിരിച്ചുവരവോടുകൂടി അവരുടെ വലിയൊരു ആശങ്ക അവിടെ ഒഴിയുകയാണ്. വിരാട് കോഹ്ലി ഈ ഇൻകൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഈ ഫോം ഔട്ട് തുടരുമോ എന്ന് പറയുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ഇറ്റ്സ് നോട്ട് ഫോം ഔട്ട്, ഇത് ഔട്ട് ഓഫ് റൺസ് ആണ്, ഔട്ട് ഓഫ് ഫോം അല്ല എന്ന്. സ്കൈ ആണ് സാധാരണഗതിയിൽ ഇത് ഇടക്കിടക്ക് പ്രയോഗിക്കാറുണ്ടായിരുന്നു. പക്ഷേ സ്കൈയുടെ കാര്യത്തിൽ ഇതൊരിക്കലും നമ്മൾ കണ്ടിട്ടുമില്ല. എന്നാൽ ഔട്ട് ഓഫ് ഫോം എന്ന് അത് ഔട്ട് ഓഫ് സിലബസ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു RCBയെ സംബന്ധിച്ച് ഇന്നലെയും അവരുടെ ബോളർമാർ നന്നായി ഡെലിവർ ചെയ്തൊരു മത്സരമായിരുന്നു ഇന്നലത്തെ എന്ന് പറയേണ്ടി വരും. ഉദാഹരണത്തിന് RCB സീസണിൽ ആദ്യമായി കൊണ്ടായിരിക്കും ജേക്കബ് ഡഫിയെയും ഹേസൽവുഡിനെയും ഭുവനേശ്വർ കുമാറിനെയും ഒരുമിച്ച് ഇറക്കുന്നത്. സാധാരണ ഇതിൽ ഹേസൽവുഡ് തിരിച്ചു വന്ന സമയത്ത് ജേക്കബ് ഡഫിയെ പുറത്തിരുത്തിയിട്ടാണ് അവർ ഇത്രയും കാലം കളി നയിച്ചതെങ്കിൽ ജേക്കബ് ഡഫിയും ഹേസൽവുഡും ഭുവനേശ്വർ കുമാറും റാസിക് അടക്കം 4 സ്പെഷ്യലിസ്റ്റ് സീമർമാരെയും കൊണ്ടാണ് നിലവിൽ കളിക്കാറിയത്. എന്ന് മാത്രമല്ല ഈ 3 പേരും പിന്നെ പവർ പ്ലേ ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റുകളാണ് എന്താണ്. പക്ഷേ ഡഫി നല്ല തല്ലുകൊണ്ടുന്നുണ്ട്. ഡഫി പവർ പ്ലേയിൽ ഇവരെടുത്ത 50 മുകളിൽ റൺസിൽ 2 ഓവറിൽ ഡഫി എടുത്ത 31 റൺസാണെന്നാണ്. അപ്പോഴും ബൂയും പിന്നെ ഹേസൽവുഡും അവിടെ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിലൊക്കെ ഒരു 16ാമത്തെ ഓവർ കടക്കുമ്പോഴേക്കും കൊൽക്കത്ത ഒരു 150 മുകളിൽ സ്കോർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ആ അടുത്ത 4 ഓവറുകളിൽ സുഖമായിട്ട് ഇവർക്ക് 200+ സ്കോർ ചെയ്യാം എന്നിരിക്കെ തന്നെ അവസാനത്തെ 4 ഓവറിൽ റാസിക്കും ഹേസൽവുഡും ഭുവനേശ്വർ കുമാറും എറിഞ്ഞ അവസാനത്തെ 4 ഓവറുകളിൽ ഓരോ ബൗണ്ടറി വീതമാണ് വിട്ട് നൽകിയത്. അങ്ങനെയാണ് അവർ 200+ താഴെ പിന്നെ പിടിച്ചേട്ടാൻ സാധിച്ചത്. അപ്പോൾ ഡെത്ത് ഓവറുകളിൽ ഇന്നലെ നന്നായി ബാംഗ്ലൂരിൻ്റെ ബോളർമാർ, അധികം വിക്കറ്റൊന്നും അവർക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഡെത്ത് ഓവറുകളിൽ അവർ നന്നായി ഡെലിവർ ചെയ്യുന്നു.